ഞാൻ കേട്ടു. വീഡിയോസ് കണ്ടു. പുള്ളി ഓഡിയോ ഷെയർ ചെയ്ത് കണ്ടു. മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ. പുള്ളീനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. നമ്മൾ കണ്ട സമയത്ത് ആര്യ എന്നോട് പറഞ്ഞേ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ, സിബിനെയും മറ്റേ ബെഡായി ആര്യയും കൂടെ. അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഫാദർ ജാഫർക്ക എന്നാ തള്ളാടെ തള്ളുന്ന, ആർമിക്ക് വേണ്ടിയിട്ട് ഒരു തള്ള്, പുറത്ത് വേറൊരു തള്ള്, മകളെ വെളുപ്പിക്കാൻ വേണ്ടി കിടന്ന് പെടുന്ന പെടാപ്പാടുമ്പോൾ എനിക്ക് വയ്യണ്ടാവുക. സത്യം, മകളെ വെളുപ്പിക്കാൻ വേണ്ടി പെടാപ്പാടുപെടെ ഒരു അച്ഛൻ്റെ രോദനം, ആ സാധനം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മകൾ കാണിച്ച് കൂട്ടുന്ന പരിപാടികളൊന്നും അങ്ങനെ പെട്ടെന്ന് വെളുക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫാമിലി റൗണ്ടിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകളെ ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് അടി മേടിച്ചുകൊണ്ട് വരാൻ ഞാൻ പറയത്തില്ലേ, നിന്നെ അടിക്കുകയോ വഴക്കുറയോ ചെയ്ത് കഴിഞ്ഞാൽ നീ തിരിച്ച് അടിച്ചിട്ട് പാടേ എന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. ബാക്കി എല്ലാവരും ഇരുന്ന് അവിടെ നിന്ന് കൈ അടിച്ചു, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വളർത്തി വലുതാക്കിയൊരു മകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് ഇപ്പം പറയും, വളർത്തു ദോഷമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയല്ലേ പറഞ്ഞ് വളർത്തിയിട്ടുള്ളൂ, അത് വളർത്തു ദോഷം തന്നെയാണ്, ഇല്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വളർത്തിയല്ലേ, വലിയ അഭിമാനപൂർവ്വം അന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിലിരുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ മകളെ ഒരാൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു വിടും, അതാണ് എൻ്റെ മകൾ. എങ്ങനെയാണ് ഞാൻ വളർത്തിയത്? ഇതാണ് ഒരു നല്ലൊരു പാരൻറ്റിങ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. പിന്നെ ഇങ്ങോട്ട് അടിക്കരുതെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഇങ്ങോട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വളർത്തി വിട്ടെന്നാണ് ഈ പറയുന്ന ജാഫറിക്ക പറഞ്ഞത്. വോട്ടവർ ജാഫർക്കിട പുതിയൊരു വോയിസ് സിബിനെതിരെ കിടന്ന് കറങ്ങുക, നന്നായിട്ട് കറങ്ങുക. കാരണം എയർപോർട്ടിൽ വെച്ചിട്ട് സിബിനെയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് അവൻ വന്ന് എന്നോട് മാപ്പൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവൻ ചെയ്ത തെറ്റല്ലേ, അവൻ എന്നോട് മാപ്പ് പറഞ്ഞിരുന്നു അല്ലേ. ഞാനിനി കിടന്ന് മെഴുകുന്നില്ല, വോയിസ് കേൾക്കാം. എയർപോർട്ടിൽ വെച്ച് കണ്ടതാ, സിബിനെയും മറ്റേ ബെഡായി ആര്യയും കൂടെ. അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തുകൊണ്ടച്ചാന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച്, ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തു, അതിനെന്താ, ഫോട്ടോ എടുക്കുന്നതിന് എന്താ. അങ്ങനെ അതില് സിബിനും ഞാനും ഞങ്ങളൂടെ നിൽക്കുന്ന ഫോട്ടോ അതിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആര്യയും ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിന് പുള്ളി എന്നോട് പറഞ്ഞത്, ജാസ്മിന്റെ ഗ്രൂപ്പ് അല്ല ഇത് ചെയ്യുന്നത്, വേറെ ഗ്രൂപ്പിൽ നിന്ന് ആള് വന്നാൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷെ അന്നേരം പുള്ളി ഇട്ടതെന്ന് പറഞ്ഞാൽ കുരു പൊട്ടുന്നവർ പൊട്ടട്ടെ എന്നാ. അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല. പുള്ളി വന്ന് ചോദിച്ച് ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കുന്നേ ഉള്ളൂ. ഇത് ഗ്രൂപ്പിലിട്ടേരെ. അതെ, സെലിബ്രിറ്റി, ഇത്രയും സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ജാഫ്രിക്ക അവിടെ നിൽക്കുമ്പോൾ സിബിൻ വന്ന് പറയുന്നത്, ഒരു ഫോട്ടോ എടുത്തിട്ട് ജാഫ്രിക്ക ഒരു ഫോട്ടോ, ഒരു സെൽഫി പ്ലീസ് അല്ലേ. ആ സാധനം ഇറങ്ങി സിബിൻ വന്ന് എടുക്കുന്നു, പോകുന്നു. എന്തായാലും നമുക്ക് പറഞ്ഞ് ചിരിക്കും മുമ്പേ സിബിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടിട്ട് ബാക്കി ചിരിക്കാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. ഞാൻ കേട്ടു. വീഡിയോസ് കണ്ടു. പുള്ളി ഓഡിയോ ഷെയർ ചെയ്ത് കണ്ടു. മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ. പുള്ളീനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. നമ്മൾ കണ്ട സമയത്ത് ആര്യ എന്നോട് പറഞ്ഞേ ജാസ്മിൻ്റെ അച്ഛനാണ്, ഒന്ന് ഞാൻ പറഞ്ഞാൽ പോയി മിണ്ടട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി സംസാരിക്കാൻ പറഞ്ഞ് സംസാരിച്ചതാണ്. ബിക്കോസ് ഇപ്പം ഗെയിമിൽ നിന്ന് ഞാൻ പുറത്തായെങ്കിലും ഫൈറ്റ് നടക്കുന്നത് ഞാനും ജാസ്മിനും അല്ലേ പുറത്ത്, PR ആണെങ്കിലും മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച്, പാരൻസ് അല്ലേ എന്നുള്ള രീതിയിൽ പോയി ഒന്ന് സംസാരിച്ചാണ്. അപ്പോൾ കണ്ടപ്പോഴും ഞാൻ തുടങ്ങിയത്, എന്നെ അറിയാമോ എന്ന് ചോദിച്ചാൽ പുള്ളി അറിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളിയൊന്നും ഇല്ല, ഇതൊരു ഗെയിമല്ലേ, ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കതൊന്നുള്ള ഒരു വിഷയമുള്ള കാര്യമല്ല, അത് ഞങ്ങൾ ആ സ്പിരിറ്റിലേ എടുക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ പുറത്താണെങ്കിൽ ഞാൻ ഗെയിമിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ ജാസ്മിൻ, അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ പുള്ളിയായിട്ടും പുള്ളിയുടെ വൈഫ്, അതായത് ജാസ്മിൻ്റെ ഉമ്മ, അവരൊക്കെ എന്നോട് പറഞ്ഞത്, മോനെ നീ PR-നെ അത് എന്താ വിഷമിക്കരുത്, അവരങ്ങനെ പലതും പറയുമ്പോൾ ഒന്നും കാര്യമാക്കി വിഷമിച്ച് നടക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി ഈ പറയുന്ന ഒരു 3-4 പ്രാവശ്യം ദിയനെ ഫോൺ ചെയ്തു. ദിയ സനയായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല. ആര്യ ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ആര്യയോട് സംസാരിച്ചു. ഇതൊക്കെ ഉണ്ടായത് അവിടെ വെച്ച്. അപ്പം ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ ഇടാം, അപ്പോൾ ചിലർ കുരു പൊട്ടും, ജാസ്മിൻ PR തന്നെയാണ് പ്രശ്നം. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ മോനെ നീ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയത്, ഞാൻ പുള്ളിയെ അന്വേഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളും വന്നുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു നമ്മളവിടെ വെച്ച് എന്താ പറയുക,
യാദൃശ്ചികമായി കണ്ടുപിട്ടിയതാണ് ഇത്. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ജാസ്മിൻ്റെ PR-കൾക്കെതിരെയാണ്. പിന്നെ പുള്ളിയും പറഞ്ഞ വേർഡാണ് എൻ്റെ അടുത്ത്, സിബിൻ ജാസ്മിൻ്റെ ഗെയിമിനെ വിമർശിക്കണം. പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ആര്യയുടെ സ്റ്റോറി ഉണ്ട്. ആര്യ ഇപ്പം എന്തായാലും ലൈവ് വരുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഞാനും കൂടെ ആ ലൈവിൽ അങ്ങ് ജോയിൻ ചെയ്താലെന്ന് ആലോചിക്കുകയാണ്. കാര്യം പുള്ളി നമ്മുടെ അടുത്ത് കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇങ്ങനെ പുറത്ത് വിടുകയാണെങ്കിൽ നമ്മളും പറയാം. ദിയ സ്റ്റോറി ഇട്ടത് കണ്ടു, ദിയ എന്നിട്ട് ആര്യയെ ഫോൺ ചെയ്തു. ദിയ എന്താണ് ഇപ്പോൾ PR അല്ലെങ്കിൽ പിന്നെ എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം അറിയില്ല. എന്തായാലും നമ്മൾ ലൈവ് വരാം. ലൈവിൽ ആര്യ വരട്ടെ, ഞാൻ ജോയിൻ ചെയ്യാം. എന്നിട്ട് പറയാനുള്ളതൊക്കെ പറയാം. എന്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് പുള്ളി വിടാതെ എല്ലാം പറയാം. അറ്റവും മൂലം മാത്രം കേട്ടാൽ പോരല്ലോ. എന്തായാലും പുള്ളി പറഞ്ഞത് നല്ല അടിപൊളി പറഞ്ഞില്ല ആള്. അല്ലെങ്കിലും നമുക്ക് ആലോചിക്കുന്നുള്ളൂ, ജാസ്മിൻ്റെ വാപ്പയല്ലേ, നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, ഇതിൻ്റെ അപ്പുറം കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ആള് പറഞ്ഞിരിക്കുകയാണ്, സിബിൻ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ കള്ളമൊക്കെ പറയാൻ? ഇങ്ങനെ കള്ളം പറയാൻ എന്തിനാ നാണമില്ലേ? എന്താ വലിയ ആളായതാണോ? വലിയ ഗമ കാണിക്കുന്നതാണോ? ആർമി ഗ്രൂപ്പുകൾക്ക് ഇട്ടുകൊടുക്കുന്നതാണോ? സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ? മോളെ വെളുപ്പിക്കണമെങ്കിൽ അത് ഒറ്റയ്ക്കിരുന്ന് വെളുപ്പിക്കുക. അതിന് മറ്റാരും ചവിട്ടി താഴ്ത്തിക്കെട്ടേണ്ടയും ഒരു കാര്യവും ഇല്ല. മോളെ വെളുപ്പിച്ചോ. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ തന്നെ ജാസ്മിൻ്റെ ഗെയിമിനെ വിമർശിക്കണം എന്ന് സിബിനോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ജാസ്മിൻ്റെ ഗെയിമൊക്കെ വിമർശിക്കാനുള്ള ഗെയിം ആണെന്ന് അല്ലേ? അതിന് മാത്രം നിലവാരമില്ലാത്തൊരു ഗെയിമാണ് അവൾ കളിക്കുന്നതെന്ന് സ്വന്തം വാപ്പാക്ക വരെ അറിയാമെന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലെന്ന് എനിക്ക് വ്യക്തമാവുന്നത് അല്ലേ? എനിക്കതാണ് വ്യക്തമാവുന്നത്. നിങ്ങൾക്കും അതാണെങ്കിൽ താഴെ കമൻറ്റ് ബിലോ ഗൈസ്. നാണം ഇല്ലേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. കാരണം ഇല്ലാത്ത കഥയൊന്നും പറഞ്ഞുണ്ടാക്കില്ല. ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു വരത്തി വലിയ ഗമ കാണിക്കരുത്. സിബിൻ, ഞാൻ അവിടെ ഒതുങ്ങുന്നപ്പോൾ എൻ്റെ അവിടെ നിന്ന് സെൽഫി എടുത്തിട്ട് പോയി കേട്ടോ. സിബിൻ എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പല്ലേ, കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടുതലായിരിക്കും. ഇപ്പം അങ്ങനെയാണല്ലോ ഒരു പോഷം, അതുകൊണ്ട് കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടുതലായിരിക്കും. എന്തായാലും സിബിൻ ഇതിന് ശേഷം ഒരു ലൈവ് വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഓരോന്നും പറയുന്നുണ്ട്. മോളെ വെളുപ്പിക്കുന്നതിൽ ഞാൻ ഒരിക്കലും തെറ്റ് നിങ്ങളെ പറയത്തില്ല. കാരണം നിങ്ങൾ അവളുടെ വാപ്പയാണ്. ഒരപ്പൻ ഒരു മകൾക്കൊരാപത്ത് വരുമ്പോൾ കൂടെ കൈത്താങ്ങാട്ട് നിൽക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അതേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവൾ കാണിച്ചു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും ചെയ്തു വച്ചതും എല്ലാം റോങ്ങാണ്. അത് നമ്മൾ പ്രേക്ഷകർ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും കാണത്തില്ല. പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്നത് വെറും ബോറ് പരിപാടിയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം സിബിൻ പറയാത്ത കാര്യം പറയുകയും ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞ് വലിയ മാസാവാൻ ശ്രമിക്കുന്നത് മകളുടെ സ്വഭാവം അതുപോലെയൊക്കെയാണ് ഏതാണ്ട്. മനസ്സിലായോ? ആ ഒരു ക്യാരക്ടർ നിങ്ങളും കാണിക്കാതെ ഇരിക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പടച്ചു വിടാതിരിക്കുക. എന്തിനാ വെറുതെ? അതല്ലേ അതിൻ്റെ ഒരു ശരി. എങ്ങനെ ഇപ്പം മനസ്സിലായ? അപ്പോൾ കുറച്ചൊക്കെ ഒരു മനുഷ്യൻ ഉളുപ്പെന്ന് പറയുന്ന സാധനം കാണിക്കണം, ഇല്ലെങ്കിൽ മോശമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറയല്ലോ. സിബിൻ എന്നോട് വന്ന് സോറി പറഞ്ഞു. ഇഷ്ടം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യും. മോളെ വെളുപ്പിച്ചോ. പോയിരുന്ന് വെളുപ്പിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. കാരണം നിങ്ങൾ വാപ്പയാണ്, വെളുപ്പിക്കണം. പക്ഷേ നിങ്ങൾ അന്തം കുറേ ഈ മോളുടെ ആർമികളുണ്ട്. ഒരു നാറിയെ ഞാൻ ഇന്നലെ പിടിച്ച് അലക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നാറിയെ അതുപോലെ കുറേ സാധനങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകാനും. ഒരുത്തനാണ് ആദ്യമായിട്ട് മോന്തയും കാണിച്ചുകൊണ്ടുവന്നത്. അവനെ അങ്ങ് വരവി വിട്ടേ. എനിക്ക് എൻ്റെ സംതൃപ്തിക്ക് ഞാൻ കുറേ പറഞ്ഞു. അതുപോലെ കുറേ ബോധവും വിവരവും ഇല്ലാത്ത എൻ്റെ മകളുടെ ആർമി PR വർക്കും എല്ലാം ഏറ്റെടുത്തിരിക്കുന്ന കുറേ ബോധവും വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തതാണ്. അതാണ് അതൊക്കെ ഇരന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.